ഒരു വൈകുന്നേരത്ത് പാലക്കാടുള്ള മംഗലം ഡാമിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടായിരുന്നു പോയത്. അതൊരു വീക്ക് ഡേ ആയതുകൊണ്ട് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. പിന്നെ കാർ പാർക്കിങ്ങിനും എക്സ്ട്രാ ചാർജ് ഉണ്ട്. ഒരു 6-7 വർഷം മുൻപ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു പുതിയ പ്ലേ ഏരിയ വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇവിടെ കണ്ടില്ല. പിന്നെ അന്നത്തെക്കാളും ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെയായി കിടക്കുന്നതും കണ്ടു. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തെ നശിപ്പിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് വലിച്ചെറിയാതെ ഡസ്റ്റ്ബിന്നിൽ തന്നെ നിക്ഷേപിക്കുക. മംഗലം ഡാമിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ റിസർവോയറിന്റെ ഒരു നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ വരുന്ന മിക്കവർക്കും ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാതെ പോവാൻ പറ്റില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ നിന്നുള്ള ഡാമിന്റെ വ്യൂ. വെസ്റ്റേൺ ഗട്ട്സ് മലനിരകളുടെയും കാടിന്റെയൊക്കെ ഒരു നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഡാമിന് ചുറ്റും കാണുന്ന ഫോറസ്റ്റ് ഏരിയ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പീച്ചി വാഴാനി ഫോറസ്റ്റ്, പറമ്പിക്കുളം സാങ്ച്വറി ഒക്കെ ആയി കണക്റ്റഡ് ആണ്. ഡാമിന് അരികിലൂടെ നടന്ന് നമുക്ക് കാഴ്ചകളെല്ലാം ആസ്വദിക്കാവുന്നതാണ്. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്ക് അടുത്തായിട്ടാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ആദ്യമൊക്കെ ബോട്ട് റൈഡും ഗാർഡൻസും ശില്പങ്ങളൊക്കെയുള്ള ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു മംഗലം ഡാം. എന്നാൽ ഇന്ന് അത്ര മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ അവഗണിക്കപ്പെട്ട നിലയിലാണ് ഈ ഡാം ഉള്ളത്. പിന്നെ അവിടെയുള്ള ചിൽഡ്രൻസ് പാർക്കിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്ലേ ഏരിയ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഡാമിന്റെ ഈ ഒരു ഏരിയയിലാണ് ആളുകളും കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നടന്നു വന്ന ബാക്കി ഏരിയ ഒക്കെ വിജനമായിട്ട് കിടക്കുകയായിരുന്നു. ശിവതയും ശിവദർശനും അവരുടെ ഏരിയയിലെത്തിയപ്പോൾ ഹാപ്പിയായി. പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം നടക്കാൻ റെഡിയായിട്ട് തന്നെ വരണം. ഇതിനകത്ത് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള മത്സ്യകൃഷിയും ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ വൈകുന്നേരത്ത് പോയതുകൊണ്ട് തന്നെ കൊട്ടവഞ്ചിയിൽ കുറെ ചേട്ടന്മാരൊക്കെ ഫിഷിങ്ങിനായി പോകുന്നത് കണ്ടിരുന്നു. മംഗലം നദിയുടെ കൈവഴിയായ ചെറുകുന്നപ്പുഴ നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. 25.34 ദശലക്ഷം ഘനയടി ജലസംഭരണിയുള്ള ഒരു അണക്കെട്ടാണിത്. 1956 ഈ അണക്കെട്ട് നിർമ്മിച്ചത്. 1966 ഇവിടുത്തെ കനാൽ സംവിധാനത്തിന്റെ പണികളെല്ലാം പൂർത്തിയായത്. അങ്ങനെ 6880 ഹെക്ടർ പ്രദേശത്തേക്ക് ഇവിടെ നിന്നും ജലസേചനം നൽകുന്നു. വിനോദയാത്ര മൂവിയിലെ കുറെ സീനുകളൊക്കെ ഈ മംഗലം ഡാമിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ചില വഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ ആ സിനിമയിലെ കോമഡി രംഗങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഡാമിൽ നിന്നും കനാലിലേക്ക് ചെറുതായിട്ട് വെള്ളം തുറന്നു വിട്ടതുകൊണ്ട് തന്നെ കുറെ കൊറ്റികളൊക്കെ അവിടെ നിന്ന് തീറ്റ തേടുന്നുണ്ടായിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കാലത്തെ എന്തൊക്കെയോ അവശേഷിപ്പുകൾ ഇപ്പോഴും അവിടെയുണ്ട്. മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം തകർന്ന നിലയിലായിരുന്നു. പിന്നെ ഇങ്ങനെ കാട് പോലെ കിടക്കുന്ന വഴികളിലൂടെയായിരുന്നു ഞങ്ങൾ നടന്നത്. കാടിനകത്തൊക്കെ കാണുന്ന പോലുള്ള വലിയ വലിയ മരങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബേർഡ് വാച്ചിങ്ങിനും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് മംഗലം ഡാം.